വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മഴക്കെടുതിയിൽ മരണം 36 ഉയർന്നു. അസം, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലാണ് ഇന്നത്തെ ഓരോ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുവരെ 5.5 ലക്ഷം ആളുകളെ മഴ ബാധിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. അർജുൻ പീതാംബരൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, മഴക്കെടുതി അതിരൂക്ഷമാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ. അതിൽ തന്നെ വളരെ രൂക്ഷമായ മേഖലകൾ ഒരുപാടുണ്ട്. വിശദാംശങ്ങൾ എന്താണ്? ഈ കുടുങ്ങിക്കിടക്കുന്നവരെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിജയം കാണുന്നുണ്ടോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? അവിടെയുള്ള സംസ്ഥാന അധികാരികളെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്, അതായത് ഇപ്പോൾ പ്രളയ സമാന സാഹചര്യത്തിൽ ഒരു അല്പം കുറവുണ്ട്. കാരണം മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അസം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെയും അധികാരികൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നും നാളെയും ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അതിനിർണായകമായിരിക്കും കാര്യങ്ങൾ. പ്രത്യേകിച്ചും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജൂൺ 4-ാം തീയതി വരെയും അതിതീവ്ര മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ വരെയും എന്തായാലും കാര്യങ്ങൾ കുറച്ചുകൂടി നിർണായകമായിരിക്കും ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഒരു പ്രളയ സമാന സാഹചര്യത്തിൽ ഒരല്പം കുറവുണ്ട്, അയവുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പോഴും മരണനിരക്ക് അത് 36 വർദ്ധിച്ചതും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒപ്പം മേഘാലയയിൽ 500 ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത്, അവരെ രക്ഷപ്പെടുത്താനുണ്ട്. ഒപ്പം തന്നെ സിക്കിമിലെയും വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തി അവരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന നടപടികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ചില രക്ഷാപ്രവർത്തനവും നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അധികാരികൾ അതിന് ഈ പ്രതികൂല കാലാവസ്ഥ ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുമുണ്ട്. എന്തായാലും മഴ ശക്തി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി എളുപ്പത്തിൽ ആക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ അവിടെയുള്ള അധികാരികളുള്ളത്. അതിനോടൊപ്പം തന്നെ വടക്കൻ സിക്കിമിലടക്കം ഇപ്പോൾ ഈ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായിട്ടുള്ള സൈനികർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും തിരച്ചിലും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ, അതായത് ഈ തീസ നദി ഉൾപ്പെടെയുള്ള ഇടങ്ങൾ ഒഴുകുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെയുണ്ട്. അപ്പോഴും ഈ പ്രളയം പ്രത്യേകിച്ചും താഴ്ന്ന ഇടങ്ങളിലടക്കം കയറിയ വെള്ളം അത് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് NDRFും അതുപോലെ തന്നെ മറ്റ് അധികാരികളും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.